പിന്നല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെയും ജീവിതത്തിൽ കണക്ട് ആവണ്ട് നോക്കിട്ടോ. ഞാനൊക്കെ നാട്ടില് ഇങ്ങനെ വൈബടിച്ച് ചങ്ങായിമാരൊപ്പം ഫുൾ എൻജോയ് നടക്കുന്ന സമയത്താണ് ഞാൻ സാഹചര്യം കൊണ്ട് പ്രവാസിയാവണത്. ഈ പ്രവാസിയാവുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം വേറൊരു രാജ്യത്തേക്ക് പോവുക, പുതിയ ആളുകളെ കാണുക, പുതിയ ഭാഷ, അതേപോലെ പുതിയ ജോലി. എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷനാണ്. കാരണം അവിടെ പോയിട്ട് എന്താവും പണി, പട്ടിപ്പണി ആവുമോ എന്നുള്ളൊരു ചിന്തക്ക് എന്തായാലും ഉണ്ടാവും ഫസ്റ്റ് പ്രവാസി ആവാൻ പോണ സമയത്ത്. അങ്ങനെ ഞാനിവിടുന്ന് പ്രവാസി അവിടെ എത്തി കഴിഞ്ഞ റൂമിലെത്തി. കാരണം അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര മിങ്കിളാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഞാൻ 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ രസിച്ച് തമാശ പറഞ്ഞ് ഇവിടുത്തെ അതേ ഒരു വൈബ് അവിടെയും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആ ഒരു വൈബിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് പിന്നെ 2 വർഷം കഴിഞ്ഞ് നമ്മൾ 2 മാസത്തേക്ക് ലീവിന് വരിക. അപ്പൊ ഈ ലീവിന് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ വെച്ചാല് നമ്മൾ നാട്ടിലൊരു വൈബ് അടിച്ച സമയത്താണ് നമ്മൾ കയറുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പോരാൻ നേരത്ത് നമുക്ക് ആ ഒരു വൈബ് ഇവിടെ കിട്ടും പ്രതീക്ഷിച്ച് നമ്മൾ വരും. നമ്മളെ ചങ്ങായിമാർ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കും, ആ അളിയാ ഞാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫുള്ള് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വരുന്ന മെസ്സേജ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കും നമ്മള്. അങ്ങനെ പോകണം, അങ്ങോട്ടാക്കണം, വൈബ് അടിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മള് നാട്ടില് അവിടുന്ന് കേറി നാട്ടിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇവിടുത്തെ സാഹചര്യം മനസ്സിലാവും. കാരണം നമ്മൾ 2 വർഷത്തിന് മുന്നേ നിന്നൊരു സാഹചര്യം ആവില്ല ഇവിടെ. കാരണം നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓരോ മേഖലയിൽ വർക്കും പണിയിലും ഒക്കെ ആയിട്ട് കാരണം ഒരുപാട് മാറ്റങ്ങൾ എന്തെയുണ്ടാവും ഫ്രണ്ട് സർക്കിളിലൊക്കെ. കാരണം ആരെ കിട്ടാത്ത അവൈലബിൾ ആവാത്തൊരു സാഹചര്യമായിരിക്കും നമ്മൾ എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഞാനും ഇങ്ങനെ നാട്ടില് ലീവിന് വന്ന സമയത്തും എനിക്കും അങ്ങനത്തെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ആളുകളെ കിട്ടുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുക, ആ ഒരു സാഹചര്യമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്?